നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. തകർന്നടിഞ്ഞ് കിവീസ്. ന്യൂസിലൻഡിനെ 96 റൺസിന് തകർത്തു. സഞ്ജു സാംസൺ കളിയിലെ താരം. T20 ലോകകപ്പ് ഇന്ത്യ നേടുന്നത് ഇത് 3ാം തവണ. ഖേദപ്രകടനത്തിന് ശേഷവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. കുവൈറ്റിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. വിമാനത്താവളത്തിന് നേരെയും ആക്രമണം. ബഹ്റൈനിൽ സൽമാൻ തുറമുഖത്തിന് നേരെ ആക്രമണം. UAE ഇന്ന് നേരിട്ടത് 16 മിസൈലുകളും 113 ഡ്രോണുകളും. സംഘർഷത്തിൽ പങ്കാളിയാകില്ലെന്ന് UAE. ഇറാനിലെ എണ്ണ സംഭരണശാലകൾ തകർത്ത് ഇസ്രായേൽ. അയത്തുള്ള ഖമനേയിയുടെ പിൻഗാമിയെ തിരഞ്ഞെടുത്തതായി ഇറാൻ മാധ്യമങ്ങൾ. ആക്രമണങ്ങൾക്ക് ഇറാൻ സിവിലിയൻ കേന്ദ്രങ്ങളെ മറയാക്കുന്നെന്ന് US സെൻട്രൽ കമാൻഡ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നാളെ സൈപ്രസിൽ. പറവൂരിൽ പ്രതിപക്ഷ നേതാവിനെ നേരിടാൻ LDF സ്ഥാനാർത്ഥി E.T. ടൈസൺ. അടൂരിൽ ചിറ്റയം ഗോപകുമാർ നിളവില്ല. തൃശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ. 4 CPI മന്ത്രിമാരും മത്സരിക്കും. മഞ്ചേശ്വരത്ത് KR ജയാനന്ദ LDF സ്ഥാനാർത്ഥി. ആലപ്പുഴയിൽ ചിത്തരഞ്ജന്റെ പേരും പടവും വെച്ച് ചുവരെഴുത്ത്. പാലക്കാട് ചുവരെഴുതി BJPയുടെ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ശോഭാ സുരേന്ദ്രൻ. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ അതൃപ്തി അറിയിച്ചെന്ന വിവാദത്തിൽ CPM ജില്ലാ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് മമ്മൂട്ടി. മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് മമ്മൂട്ടി അറിയിച്ചതായി ജില്ലാ സെക്രട്ടറി K. റഫീഖ്. പ്രതികരണം മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായതോടെ. With the crest held high, one more ball and we touch the sky. ഇന്ത്യക്ക് ചരിത്ര നേട്ടം. T20 ലോകകപ്പിൽ ന്യൂസിലൻഡിനെ 96 റൺസിന് തകർത്തു. 89 റൺസ് നേടിയ സഞ്ജു സാംസൺ ആണ് ടോപ്പ് സ്കോറർ. മാൻ ഓഫ് ദി മാച്ചായി ജസ്പ്രീത് ബുംറ. സഞ്ജു സാംസൺ മാൻ ഓഫ് ദി സീരീസ്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും രാജേഷ് ഉള്ളൂർ ചേരുകയാണ്. രാജേഷ്, സൂപ്പർ സൺഡേ, സൂപ്പർ ഇന്ത്യ, സൂപ്പർ സഞ്ജു. രാജ്യത്തിനൊപ്പമാണ് നമ്മൾ. എങ്കിൽ പോലും കേരളത്തിന്, മലയാളികൾക്ക് വലിയ അഭിമാന നിമിഷം. ബുംറയുടെ 4 വിക്കറ്റ് നേട്ടം വിജയത്തെ വേഗത്തിലാക്കി. ഇന്ത്യക്ക് 3ാം T20 ലോകകപ്പ് കിരീടം. എങ്ങനെ വിലയിരുത്താം ഇന്നത്തെ മത്സരത്തെ? നമുക്ക് ഈ മത്സരത്തെ സ്വപ്നതുല്യമായ ഒരു നേട്ടമായി തന്നെ കാണാൻ കഴിയും. തുടർച്ചയായ 2ാം കിരീടം, 3ാമത്തെ ലോകകപ്പ് കിരീടം എന്നൊക്കെ വിശേഷിപ്പിക്കാം. പക്ഷേ ഇതിനൊക്കെ നെടുന്തൂണായത് സഞ്ജു സാംസൺ എന്ന മലയാളി താരമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു താരമായി മാറിയത്. അതുകൊണ്ട് തന്നെ സഞ്ജുവാണ് ഈ ടൂർണമെൻറ്റിലെ താരമായി മാറിയതും. ഏകദേശം 5 കളി മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ പോലും ആ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവസാന 3 മത്സരങ്ങൾ തന്നെയാണ് അർദ്ധ സെഞ്ചുറി നേടിയ ആ 3 മത്സരങ്ങളാണ് സഞ്ജുവിനെ ഇതിൽ നിന്നെല്ലാം വേറിട്ടതാക്കിയതും അല്ലെങ്കിൽ മികച്ച താരമാക്കാനുള്ളൊരു കാരണവുമായത്. അപ്പുറത്തേക്ക് ബുംറയാണ് ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് ആയത്. ബുംറയുടെ പ്രകടനവും മികച്ച ബൗളിംഗ് പ്രകടനം തന്നെയായിരുന്നു. നമുക്ക് മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനം, അതായത് എങ്ങനെ ഇന്ത്യ ബാറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോസ് കിട്ടിയത് ന്യൂസിലാൻഡിനായിരുന്നു. ടോസ് കിട്ടിയപ്പോൾ അവർ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു, ഇന്ത്യ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒരുപക്ഷെ ഒരു മുൻവിധി ഉണ്ടായിട്ടുണ്ടാവാം. കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് ഈ ഫൈനലിലേക്കുള്ള വഴി തുറന്നത് തന്നെ, സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചത് തന്നെ സെക്കൻഡ് ബാറ്റിങ്ങിലൂടെ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് അവർക്ക് വരാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസമായിരിക്കാം ഇന്ന് ഇതുപോലെ ടോസ് കിട്ടിയിട്ടും അവർക്ക് ബാറ്റിംഗ് അവർ തിരഞ്ഞെടുക്കാതെ അവർ ബൗളിംഗ് തിരഞ്ഞെടുത്ത് ഇന്ത്യയെ ഒരു കുറഞ്ഞ സ്കോറിന് ഒതുക്കിയതിന് ശേഷം അവർക്ക് അതിനെ ചേസ് ചെയ്ത് ജയിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഐഡിയ എല്ലാം പാളിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ ഓപ്പണേഴ്സ് ഈ കിവീസ് ബോളേഴ്സിനെ എല്ലാം തല്ലി ചതയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആദ്യത്തെ 2 ഓവർ മെല്ലെ തുടങ്ങിയ സഞ്ജു സാംസൺ, അഭിഷേക് കൂട്ടുകെട്ട് നമ്മൾ ഒരുപക്ഷെ ആരാധകർ വളരെ ആകാംക്ഷയോടു കൂടി തന്നെ കണ്ടതായിരുന്നു. ഒരുപക്ഷെ ആശങ്ക ഉണ്ടായിട്ടുണ്ടാവാം. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രഷർ ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന്, ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും. സ്വാഭാവികമായി ഈ ഫൈനലൊക്കെ വരുമ്പോൾ ഇന്ത്യക്ക് പറ്റുന്നത് ഇതാണ്. കൂടുതൽ പ്രഷർ താങ്ങാൻ പറ്റാതെ വിക്കറ്റുകൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടല്ലോ. അപ്പോൾ
അതിൽ നിന്നും ഒക്കെ കരകയറിക്കൊണ്ട് ഇന്ത്യയുടെ ആ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വരുന്നു. മധ്യനിരക്കാർ അതിനെ ഏറ്റെടുക്കുന്നു. ഏകദേശം ആ ബാറ്റിംഗ് നിരയെല്ലാം അവരവരുടെ പ്രകടനങ്ങൾ മികച്ചതാക്കി എന്ന് പറയാം. 16ാമത്തെ ഓവർ വരെ ഇന്ത്യ ഒരു 270 മുതൽ 280 വരെ സ്കോറിലേക്ക് എത്തുമെന്ന് ഒരു പ്രതീക്ഷയായിരുന്നു. 16ാമത്തെ ഓവർ കഴിഞ്ഞതിന് ശേഷമാണ് അല്പം വിക്കറ്റ് തുടരെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ മാത്രമാണ് അല്പം റൺ റേറ്റിന് കുറവുണ്ടായത്. ശിവൻ ദുബെ ഉൾപ്പെടെയുള്ളവർ ആ റൺ റേറ്റൊക്കെ മറികടന്നുകൊണ്ട് 255 എന്ന ഒരു മികച്ച ടോട്ടലിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. അതിലൊക്കെ ബൗളേഴ്സ്, അതായത് ന്യൂസിലാൻഡിൻ്റെ ബോൾ എടുത്തവരെല്ലാം നല്ലപോലെ തല്ലു വാങ്ങിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡ് ആകെ ഈ ടോട്ടൽ കണ്ട് തന്നെ പകച്ചുപോയ ഒരു സാഹചര്യമായിരുന്നു അവരുടെ മറുപടി ബാറ്റിംഗ്. തുടക്കത്തിൽ തന്നെ അവർക്ക് വിക്കറ്റുകൾ വീഴുന്നു. ബുംറ ഉൾപ്പെടെയുള്ളവർ മികച്ച രീതിയിൽ ബൗളിംഗ് നിരയെ കൊണ്ടുപോകാൻ, കൂട്ടുകെട്ടിനെ കൊണ്ടുപോകാൻ ഒരു കരുത്ത് കാണിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ന്യൂസിലാൻഡിൻ്റെ മധ്യ ബാറ്റ്സ്മാൻമാരെല്ലാം രണ്ടക്കം കാണാതെ വീണുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടുപേർക്ക് മാത്രമാണ് അർദ്ധ സെഞ്ചുറി നേടാൻ ഒരാൾക്ക് മാത്രമാണ് അർദ്ധ സെഞ്ചുറി നേടാൻ കഴിഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ ബാറ്റിംഗ് നിര ആകെ ഒരു താറുമാറായ ഒരു സാഹചര്യം വരുന്നു. മികച്ച ഒരു ഫീൽഡിംഗ് ഇഷാൻ കിഷനെ പോലെയുള്ളവർ എടുത്തു പറയേണ്ടത് ഉള്ളത് തന്നെയാണ്. മികച്ച ഒരു ഫീൽഡിങ്ങിലൂടെയും ഈ ന്യൂസിലാൻഡിൻ്റെ റൺവേറ്റയെ തടയാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഇനി മറ്റൊന്ന് ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഇനി ഭാവിയിലെ മികച്ച താരമായി മാറുന്നു എന്ന് തന്നെയാണ്. എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ വാല്യൂ മാറുന്നു. അത് നമുക്ക് ആ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ ഈ സഞ്ജു സാംസൻ്റെ നാട്ടിൽ തന്നെ ഉള്ള ഒരു പ്രകടനം നമ്മൾ നേരത്തെ വാർത്തകൾ കണ്ടിരുന്നു. നാട്ടുകാരൊക്കെ വളരെ ആവേശത്തിലും ഒക്കെയാണ്, ആരാധകർ ഒക്കെ. എന്തായാലും സഞ്ജുവിൻ്റെ ഈ 89 റൺസ് പ്രകടനം, അത് ബൗണ്ടറിയിലേക്ക് പന്ത് പായിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ കഴിയും. നല്ല ആത്മവിശ്വാസത്തോടുകൂടി, കോൺഫിഡൻറ്റോടുകൂടി തന്നെയാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ഇന്ത്യക്ക് കപ്പ് കിട്ടുമെന്ന് തന്നെ എന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു ഒന്ന്. രണ്ടാമതൊന്ന്, ഇന്ത്യൻ ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മികച്ച ടോട്ടലിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത് രണ്ടാമത് എതിർ ടീമിനെ പ്രഷറിലേക്ക് കൊണ്ടുപോയി വിജയം നേടുക എന്നുള്ളതാണ്. പക്ഷേ ഈ മത്സരങ്ങൾ നടക്കുന്ന മുമ്പ്, ഫൈനൽ നടക്കുന്ന മുമ്പ് ന്യൂസിലാൻഡിനെയും ഇന്ത്യയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത്. ഈ കായിക നിരീക്ഷകർ അല്ലെങ്കിൽ ക്രിക്കറ്റ് നിരീക്ഷകർക്കുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ബൗളിംഗ് നിര ഒരു പടിക്ക് താഴെയായിരുന്നു ന്യൂസിലാൻഡിന് ബൗളിംഗ് നിരയേക്കാളും. അതുപോലെ മികച്ച ഫീൽഡിംഗാണ് ന്യൂസിലാൻഡിനുണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരു പടി താഴെയാണ് ഇന്ത്യയുടെ ഫീൽഡിംഗ് പ്രകടനം എന്നായിരുന്നു. പക്ഷേ ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു ഈ അവസാന കലാശ പോരാട്ടത്തിൽ ഫൈനലിൽ ഇന്ത്യ പ്രകടനം ഒത്തൊരുമയോടെ കാഴ്ചവെച്ചത്. ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും എല്ലാം അവരുടെ ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു പ്രകടനം തന്നെയാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. അശ്വതി, തീർച്ചയായും ഇന്ത്യക്ക് ചരിത്ര നേട്ടമാണ്. T20 ലോകകപ്പിൽ ന്യൂസിലൻഡിനെ 96 റൺസിനാണ് ഇന്ത്യ തകർത്തത്. 89 റൺസ് നേടിയ സഞ്ജു സാംസണാണ് ടോപ്പ് സ്കോറർ. മാൻ ഓഫ് ദി മാച്ചായി ജസ്പ്രീത് ബുംറ. സഞ്ജു സാംസൺ മാൻ ഓഫ് ദി സീരീസ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങളാണ് രാജേഷ് ഉള്ളൂർ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. 9ാം ദിനവും പശ്ചിമേഷ്യയിൽ സംഘർഷത്തിനായവില്ല. കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ പിൻഗാമിയെ തിരഞ്ഞെടുത്തതായി ഇറാൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടൽ അനുവദിക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതിനിടെ അയൽ രാജ്യങ്ങളോടുള്ള തന്റെ അനുനയ നിലപാടിൽ നിന്നും പിന്നോട്ടു പോയി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഏത് നീക്കത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 9ാം ദിനവും പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. കൊല്ലപ്പെട്ട ഖമനേയിയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള വിദഗ്ധ സമിതി തീരുമാനത്തിലെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. വോട്ടെടുപ്പ് നടന്നുവെന്നും നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും സമിതിയിലെ അംഗമായ അഹമ്മദ് അലം മൊൽഹോദയെ ഉദ്ധരിച്ച് ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അസംബ്ലി സെക്രട്ടേറിയറ്റിന്റെ ഉത്തരവാദിത്തമുള്ളയാളായ അയത്തുള്ള ഹുസൈനി ബുഷ്ഹിരിയ പേര് പരസ്യമാക്കുമെന്നാണ് വിവരം. ഖമനേയിയുടെ പിൻഗാമി ആരായാലും അവരെയും വേട്ടയാടുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇറാൻ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ തനിക്ക് പങ്കുണ്ടാകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിലെ വിദേശ ഇടപെടലുകളെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തള്ളിക്കളഞ്ഞു. പുതിയ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നത് ഇറാന്റെ ആഭ്യന്തര കാര്യമാണ്. അതിൽ വിദേശ ഇടപെടലുകൾ അനുവദിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ അയൽരാജ്യങ്ങളോടുള്ള അനുനയ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. തങ്ങൾക്കെതിരെയുള്ള ഏത് നീക്കത്തിനും ശക്തമായ മറുപടി നൽകുമെന്നാണ് പുതിയ പ്രഖ്യാപനം. തന്റെ വാക്കുകളെ ശത്രുക്കൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്നും ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. സംഘർഷം തുടരുന്നതിനിടെ ഇറാനിലെ പ്രധാന എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി വ്യോമാക്രമണം നടത്തി. ആക്രമണങ്ങളിൽ കനത്ത നാശമാണ് ഇറാനിലുണ്ടായത്. ലബനോനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ 41 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു.
യുദ്ധത്തിൽ കക്ഷി ചേരാത്തതിൽ ബ്രിട്ടനെതിരെ ട്രംപ് രംഗത്തെത്തി. ഇനി യുദ്ധക്കപ്പലുകൾ അയക്കേണ്ട ആവശ്യമില്ലെന്നും യുദ്ധം ജയിച്ചതിനു ശേഷം കൂടേണ്ടെന്നും ബ്രിട്ടന്റെ ഈ നീക്കം ഒരിക്കലും മറക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. രാജ്യത്തിന്റെ പരമാധികാരം, ദേശീയ സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിനും പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ടെന്ന് UAE വ്യക്തമാക്കി. ക്രൂരവും നീതീകരിക്കാൻ സാധിക്കാത്തതുമായ ആക്രമണങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധത്തിനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംഘർഷത്തിൽ പങ്കാളിയാകില്ലെന്നും UAE വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. അതേസമയം ഇന്നും GCC രാജ്യങ്ങൾക്കുമേൽ ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായി. രാജ്യത്തിന്റെ പരമാധികാരം, ദേശീയ സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിനും UN ചാർട്ടറിന് അനുസൃതമായി സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ അടിസ്ഥാനമാക്കി പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ടെന്ന് UAE വ്യക്തമാക്കി. അടിസ്ഥാന സൗകര്യങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് 1400-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതും നാശനഷ്ടങ്ങൾക്ക് കാരണവുമായ ക്രൂരവും നീതീകരിക്കപ്പെടാത്തതുമായ ഇറാനിയൻ ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധത്തിനായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും സംഘർഷത്തിൽ പങ്കാളിയാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും UAE വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. മേഖല അപകടകരമായ വഴിത്തിരിവിലാണെന്നും സൈനിക നടപടികൾ വർദ്ധിച്ചു വരുന്നുവെന്നും നയതന്ത്ര സമീപനം ഉണ്ടാകണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു. ഓൺലൈനായി ചേർന്ന അറബ് ലീഗ് കൗൺസിലിന്റെ അസാധാരണ മന്ത്രിതല യോഗത്തിലാണ് ഈ പ്രസ്താവന നടത്തിയതെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. GCC രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തിയാണെന്ന് കുവൈറ്റ് വിദേശകാര്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. ഖത്തറിൽ റിമോട്ട് വർക്ക് സംവിധാനം തുടരും. ഓരോ സ്ഥാപനത്തിലെയും 70% ജീവനക്കാർക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിക്കും. മാർച്ച് 10-നും 18-നും ഇടയിൽ കൂടുതൽ പ്രത്യേക വിമാന സർവീസുകൾ നടത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ സിവിലിയൻ മേഖലയ്ക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ജലശുദ്ധീകരണ പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചു. കുവൈറ്റിൽ നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ചില ബാങ്കുകൾ തൽക്കാലത്തേക്ക് പ്രവർത്തനം നിർത്തുന്നതായും അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. സൗദി റിയാദ് പ്രവിശ്യയിലെ അൽ ഖർജറിൽ മെയിൻ്റനൻസ് ആൻഡ് ക്ലീനിംഗ് കമ്പനിക്ക് കീഴിലെ പാർപ്പിട സ്ഥലത്തുണ്ടായ ഷെല്ലാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സൗദി സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇന്ത്യക്കാരനും ബംഗ്ലാദേശുകാരനുമാണ് മരിച്ചത്. പരിക്കേറ്റവരെല്ലാവരും ബംഗ്ലാദേശുകാരാണ്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് സിവിൽ ഡിഫൻസ് വക്താവ് പറഞ്ഞു. താനും സൗദി വിദേശ മന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് ഇറാൻ വിദേശമന്ത്രി അബ്ബാസ് അരാക്ചി. സംഘർഷങ്ങൾ രൂക്ഷമാകാതിരിക്കാൻ സൗദി അറേബ്യ മധ്യസ്ഥത വഹിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന. ഇറാനെതിരായ ആക്രമണത്തിന് തങ്ങളുടെ ഭൂപ്രദേശം, പ്രാദേശിക ജലാതിർത്തി, വ്യോമാതിർത്തി എന്നിവ ഉപയോഗിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ സൗദി സഹോദരന്മാർ ബീജിംഗ് കരാർ പാലിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ഇറാൻ വിദേശമന്ത്രി പറഞ്ഞു. യുദ്ധരംഗത്ത് ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി മാറിയ ഡ്രോണുകൾ സ്വന്തമായി നിർമ്മിക്കാൻ സൗദി അറേബ്യ നടപടികൾ ആരംഭിച്ചു. സൗദിയിലെ ജിദ്ദയിൽ ഡ്രോൺ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ സൗദി അറേബ്യയും ചൈനയും കരാറിൽ ഒപ്പുവെച്ചു. ജിദ്ദയിൽ വിങ് ലുങ് 3 ഇനത്തിൽപ്പെട്ട ഡ്രോണുകൾ അസംബ്ലി ചെയ്യുന്ന യൂണിറ്റ് സ്ഥാപിക്കാനായി ചൈനയുടെ എവിക് കമ്പനിയും സൗദി അറേബ്യയുടെ ജനറൽ അതോറിറ്റി ഫോർ മിലിറ്ററി ഇൻഡസ്ട്രീറ്റുമാണ് കരാർ ഒപ്പുവെച്ചത്. $500 കോടി പ്രതിരോധ കരാറാണിതെന്ന് അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമായ ക്ലാഷ് റിപ്പോർട്ട് ചെയ്യുന്നു. കരാർ പ്രകാരം 48 വിങ് ലുങ് 3 ഡ്രോണുകൾ പ്രതിവർഷം ജിദ്ദയിൽ നിർമ്മിക്കും. ദുബായ് ഔക്കാഫുമായി ചേർന്നുള്ള ലുലു ഗ്രൂപ്പിന്റെ എക്സ്പ്രസ് സ്റ്റോർ ദുബായിൽ തുറന്നു. സംഘർഷത്തിന്റെ ദിവസങ്ങളാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ഭക്ഷ്യസുരക്ഷയും ഉൽപ്പന്നങ്ങളുടെ സുഗമമായ ലഭ്യതയും വില സ്ഥിരതയും ഉറപ്പിക്കാൻ ലുലു നിരന്തരം ഇടപെടുന്നുണ്ടെന്ന് MA യൂസഫ് അലി അറിയിച്ചു. മിഡിൽ ഈസ്റ്റിലെ സാമ്പത്തിക മേഖലയ്ക്ക് പിന്തുണ നൽകിയും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം പകർന്നും മേഖലയിൽ വിപുലമായ പദ്ധതികളുമായി ലുലു ഗ്രൂപ്പ്. ദുബായ് ഔക്കാഫുമായി സഹകരിച്ച് അൽഖവനീജിലെ ഖവനീജ് ഗേറ്റിൽ പുതിയ എക്സ്പ്രസ് സ്റ്റോർ ലുലു തുറന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, ഔക്കാഫ് ദുബായ് സെക്രട്ടറി ജനറൽ അലി മുഹമ്മദ് അൽ മുത്വ എന്നിവരുടെ സാന്നിധ്യത്തിൽ ദുബായ് ഔക്കാഫ് ചെയർമാൻ ഈസ അബ്ദുള്ള അൽ ഗുറൈർ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലുലു ഗ്രൂപ്പുമായി സഹകരിച്ച് പുതിയ റീറ്റെയിൽ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് ഈസ അബ്ദുള്ള അൽ ഗുറൈർ പറഞ്ഞു. ഔക്കാഫുമായി സഹകരിച്ച് മികച്ച റീറ്റെയിൽ പദ്ധതികളാണ് ലുലു നടപ്പാക്കുന്നതെന്നും 16ലേറെ പ്രൊജക്ടുകളിൽ ലുലു പങ്കാളിത്തം വഹിക്കുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. This property with the joint venture with Dubai Waqf, and we have got so many other projects in the pipeline coming with the Dubai Waqf, and we are very happy to be a part of this great initiative by
the Dubai Waqf. കൂടാതെ മേഖലയിലെ ഭക്ഷ്യസുരക്ഷയും ഉൽപ്പന്നങ്ങളുടെ സുഗമമായ ലഭ്യതയും വിലസ്ഥിരതയും ലുലു ഉറപ്പാക്കുന്നുണ്ട്. കൂടുതൽ ചരക്ക് വിമാന സർവീസുകളിലൂടെ ലോകത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുമെന്നും ആശങ്ക വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ ഏതെങ്കിലും സാധനത്തിന് ഷോർട്ടേജ് ഇല്ല. കാരണം ഞാനാണ് ഫുഡ് സെക്യൂരിറ്റി ഗവൺമെൻറ്റുമായി ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് എത്ര ഫ്ലൈറ്റ് വേണമെങ്കിലും ചാർട്ടർ ഫ്ലൈറ്റ് കൊണ്ടുവരാനുള്ള പെർമിഷൻ തന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സാധനം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി. മേഖലയിലെ ആശങ്കകൾക്കും സംഘർഷ സാഹചര്യത്തിനുമിടയിൽ ലുലു ഗ്രൂപ്പിന്റെ പുതിയ സ്റ്റോർ തുറന്നത് UAE ഭരണകർത്താക്കൾ ഉറപ്പുവരുത്തുന്ന സുരക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവായി കൂടി മാറി. അമൃത ന്യൂസ്, ദുബായ്. ജിദ്ദ മലപ്പുറം ജില്ലാ KMCC ജിദ്ദ എലഗന്റ് പാർക്കിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വേൾഡ് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം പുലരട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ഇസ്മയിൽ മുണ്ടുപറമ്പ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി നാണി ഇസ്ഹാഖ് സ്വാഗതം പറഞ്ഞു. നാസർ വെളിയങ്കോട്, VP മുസ്തഫ, CK റസാഖ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അഷ്റഫ് മുല്ലപ്പള്ളി കുടുംബ സുരക്ഷാ ആനുകൂല്യങ്ങൾ വിതരണം നൽകി. ഇലിയാസ് കല്ലിങ്ങൽ, KK മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. കുവൈറ്റ് വ്യോമപാത താൽക്കാലികമായി അടച്ചതിനെ തുടർന്ന് ജസീറ എയർവേസ് സൗദി അറേബ്യയുടെ അൽ ഖൈസുമ വിമാനത്താവളത്തിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റിയതായി എയർലൈൻസ് അധികൃതർ അറിയിച്ചു. കുവൈറ്റ് സിറ്റിയിൽ നിന്നും റോഡ് മാർഗം ഈ വിമാനത്താവളത്തിലേക്ക് ഏകദേശം 2.5 മണിക്കൂർ നേരത്തെ യാത്രാ സമയമാണുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാർക്ക് കരമാർഗം കുവൈറ്റിലേക്കുള്ള യാത്ര പൂർത്തീകരിക്കാവുന്നതാണ്. അതേസമയം കുവൈറ്റിൽ നിന്നും പുറപ്പെടുന്ന യാത്രക്കാർക്ക് റോഡ് മാർഗം വിമാനത്താവളത്തിൽ എത്തിച്ചേരുകയും ചെയ്യാം. എന്നാൽ ഇവർക്ക് സൗദി അറേബ്യയിൽ പ്രവേശിക്കുന്നതിന് സാധുവായ സൗദി സന്ദർശക വീസ ഉണ്ടായിരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലുകളെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ. ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യൻ നാവികസേന സുരക്ഷയൊരുക്കും. ഇത് സംബന്ധിച്ച തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കപ്പലുകളിൽ ആകെ 20,000 തൊഴിലാളികൾ ഉണ്ടെന്നാണ് നിഗമനം. പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിയതിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കപ്പൽ ഉൾപ്പെടെ 10% ഇന്ത്യൻ പതാക വഹിക്കുന്നവയാണ്. അതേസമയം പേർഷ്യൻ ഉൾക്കടലിൽ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഇന്ന് വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കി CPI സംസ്ഥാന എക്സിക്യൂട്ടീവ്. 3 ടേം വ്യവസ്ഥ കർശനമായി പാലിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം. പറവൂരിൽ ET സൈമണും അടൂരിൽ ചിറ്റയത്തിന് പകരം പ്രിജി ശശിധരനും മത്സരിക്കും. MN സ്മാരകത്തിൽ രാവിലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിലാണ് CPIയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് തയ്യാറായത്. അടൂരിൽ ചിറ്റയം ഗോപകുമാറിനെ വീണ്ടും പരിഗണിക്കണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം തള്ളി യുവ നേതാവ് പ്രിജി ശശിധരനെയാണ് മത്സര രംഗത്തേക്കിറക്കാൻ CPI തീരുമാനിച്ചത്. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായി കയ്പമംഗലം MLA ആയിരുന്ന ET ടൈസൺ മത്സരിക്കും. 2 ടേം പൂർത്തിയാക്കിയാണ് ടൈസൺ പറവൂരിലെത്തുന്നത്. തൃശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണനും ചിറയൻകീഴിൽ മനോജ് B ഇടമനയും ചാത്തന്നൂരിൽ R രാജേന്ദ്രൻ, പുനലൂരിൽ അജയ് പ്രസാദ് എന്നിവരും മത്സരിക്കുമെന്നാണ് സൂചന. പാർട്ടിയുടെ 4 മന്ത്രിമാരും മത്സര രംഗത്തുണ്ടാകും. 3 ടേം മത്സരിച്ചവർ ഇനി വേണ്ടെന്ന ടേം വ്യവസ്ഥ കൃത്യമായി പാലിക്കാനുള്ള പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം പാലിക്കപ്പെട്ടു. കഴിഞ്ഞ തവണ 25 സീറ്റിൽ മത്സരിച്ച CPI 17 സീറ്റുകൾ നേടിയിരുന്നു. അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി ലിസ്റ്റ് അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPI നിർണായക യോഗങ്ങൾ ചേർന്ന് തീരുമാനമെടുത്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുത്ത്. ആലപ്പുഴയിൽ CPM നേതാവ് PP ചിത്തരഞ്ജന്റെ പേരിലാണ് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ചുവരെഴുത്തുകൾ നടത്തിയത്. ആലപ്പുഴ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയ ചിത്തരഞ്ജനെ തന്നെയാണ് CPM മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും മുൻപ് തന്നെ സ്ഥാനാർത്ഥിയുടെ പേരിൽ പ്രചരണം ആരംഭിക്കുകയായിരുന്നു. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ മത്സരിക്കും. CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇടത് സ്വതന്ത്രനായി ഷാനവാസ് പാദൂരിനെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ഷാനവാസ് മത്സരിച്ചാൽ UDF വോട്ടുകൾ പിടിച്ചെടുത്തത് അത് BJPയുടെ വിജയത്തിന് വഴി തുറക്കുമെന്ന വിലയിരുത്തലിലാണ് ജയാനന്ദയ്ക്ക് നറുക്കുവീണത്. ഭാഷാ ന്യൂനപക്ഷ പ്രദേശമായ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള KR ജയാനന്ദ തുളു അക്കാദമിയുടെ ചെയർമാനാണ്. BJP പാലക്കാട് തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും പാർട്ടിയിൽ വിഭാഗീയതയില്ലെന്നും പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ. BJP മികച്ച വിജയം നേടുമെന്നും പാലക്കാട് ചുവരെഴുതി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ശോഭ പ്രതികരിച്ചു.
പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര അവസാനിച്ചു. ഇനി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. തർക്കമുള്ള സീറ്റുകളിലൊക്കെ ചർച്ചയ്ക്ക് മധുസൂദനൻ മിസ്ത്രി തയ്യാറാകുന്നു. ഒരുമിച്ച് നിന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അനുകൂല തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആഞ്ഞടിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഒരു മാസക്കാലം നീണ്ടുനിന്ന പുതുയുഗ യാത്രയ്ക്ക് സമാപനമായതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF. ഒറ്റക്കെട്ടായി നിന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അനുകൂല തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആഞ്ഞടിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കളത്തിലിറങ്ങാനാണ് തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രിയുടെ അധ്യക്ഷതയിൽ ഒന്നാം ഘട്ട പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. സിറ്റിംഗ് MLA-മാർക്ക് പുറമെ പ്രമുഖ നേതാക്കളെയും ഉൾപ്പെടുത്തി 40ഓളം സീറ്റുകളിൽ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം നടത്തും. തർക്കമുള്ള മണ്ഡലങ്ങളിൽ ചർച്ചകൾ നടത്തി സമവായത്തിലെത്താനാണ് നീക്കം. തിരുവനന്തപുരം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ തർക്കം മറനീക്കി പുറത്തു വരികയാണ്. ഇതോടൊപ്പം മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമായും ഉഭയകക്ഷി ചർച്ചകളും നടക്കുന്നുണ്ട്. സീറ്റുകൾ വച്ചുമാറുന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായം ഐക്യമാണ് ലീഗുമായുള്ള ചർച്ചകളിൽ ഇനി ഉണ്ടാകേണ്ടത്. പട്ടാമ്പി, കോങ്ങാട്, തിരുവമ്പാടി സീറ്റുകളിലാണ് തീരുമാനമാകേണ്ടത്. കേരള കോൺഗ്രസിൽ നിന്നും 3 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് കടുത്ത അതൃപ്തിയിലാണ് ജോസഫ് വിഭാഗം. 7 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങാൻ തയ്യാറല്ല എന്ന് അവർ കോൺഗ്രസിനെ അറിയിച്ചു കഴിഞ്ഞു. അതേസമയം ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനം നീണ്ടുപോകുന്നതിൽ ഘടകകക്ഷികൾക്ക് നീരസവുമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJPയുടെ മികച്ച മുന്നേറ്റത്തിന് തടസ്സം വിഭാഗീയതയെന്ന വിമർശനം അടിസ്ഥാനരഹിതമെന്ന് മുതിർന്ന BJP നേതാവ് V. മുരളീധരൻ അമൃത TVയുടെ തിരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റ് നോർത്ത് പോയിന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി BJP വോട്ട് തേടുമെന്ന് പറഞ്ഞ അദ്ദേഹം കഴക്കൂട്ടത്ത് ജയിച്ചാൽ കേന്ദ്ര മോഡൽ വികസനം കൊണ്ടുവരുമെന്നും വ്യക്തമാക്കി. K. മുരളീധരനെ ഏതു വിധേയനെയും തോൽപ്പിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന വാദം പൂർണ്ണമായും V. മുരളീധരൻ തള്ളി. വിശ്വാസത്തിനും വികസനത്തിനും സുരക്ഷയ്ക്കും ഒരു വോട്ട് എന്ന മുദ്രാവാക്യമുയർത്തി ജനങ്ങളെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എയിംസിന് ഏറ്റവും ഉചിതമായ സ്ഥലം തിരുവനന്തപുരം എന്നാണ് തന്റെ അഭിപ്രായമെന്നും V. മുരളീധരൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. മറ്റു പാർട്ടികളെ പോലെയാണ് BJP എന്ന് വരുത്താനുള്ള ബോധപൂർവമായ നീക്കം LDF, UDF കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നതിൻ്റെ ഭാഗമാണ് വിഭാഗീയത ഉയർത്തിക്കാട്ടുന്നത് എന്ന് പറഞ്ഞ V. മുരളീധരൻ മികച്ച നേട്ടത്തിലേക്ക് പാർട്ടി പോകാത്തതിന് കാരണം വിഭാഗീയതയാണെന്ന വിമർശനങ്ങൾ തള്ളുകയും ചെയ്തു. BJPയെക്കുറിച്ച് BJPയും കോൺഗ്രസിലും CPM-ലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരു പല ഫാക്ഷണൽ വിഭാഗീയ കാര്യങ്ങൾ നടക്കുന്ന ഉള്ളൊരു പാർട്ടിയാണ് എന്ന് ചിത്രീകരിക്കേണ്ടത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും താല്പര്യമാണ്. കാരണം BJP ഞങ്ങളെപ്പോലെ അല്ലാത്തൊരു പാർട്ടിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ BJPയിലേക്ക് ആളുകൾ വരും. അത് വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിച്ഛായ BJPയെക്കുറിച്ചും സൃഷ്ടിക്കണം. ആ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കക്ഷിച്ച് 80% ആൾക്കാർ അവരുടെ പിന്തുണക്കുന്ന ആൾക്കാരാണ്. ആ 80% ആൾക്കാർ പിന്തുണക്കുന്ന 2 പാർട്ടികൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ അത് തടയാൻ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അത് ഒരു പരിധിവരെ ആ പ്രചാരണം നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ആ തരത്തിൽ ഈ വിഭാഗീയത തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇപ്പോൾ ആറ്റിങ്ങൽ ഞാൻ തോക്കാൻ കാരണമോ ഇവിടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തോക്കാൻ കാരണമോ ഇതുപോലത്തെ വിഭാഗീയതയാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുതകളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം. കേരളത്തിലെ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ആ മോഡൽ വികസനം കേരളത്തിൽ നടപ്പാക്കുമെന്ന ഉറപ്പ് നൽകി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴക്കൂട്ടത്തെ ജനങ്ങൾ ഈ വികസനത്തെ തെരഞ്ഞെടുപ്പിൽ അംഗീകരിക്കുമെന്നും V. മുരളീധരൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ പ്രചരണ വികസനം എന്ന് മാത്രമല്ല, ആ മോഡലുള്ള വികസനമാണ് കേരളത്തിൽ വേണ്ടത്. ഇനി നടപ്പാക്കാൻ പോകുന്ന സമയബന്ധിതമായിട്ടുള്ള വികസനം. നരേന്ദ്രമോദിയുടെ പോയിന്റ് എന്ന് വെച്ചാൽ ഒന്ന് ടൈം ബൗണ്ട് ഡെവലപ്മെൻറ്റ്, എല്ലാവർക്കും വികസനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭക്ഷ്യധാന്യങ്ങൾ. കോൺഗ്രസ് സർക്കാരുകളിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗരീബി ഹട്ടാവോ. 40-50 കൊല്ലമായിട്ട് ആ മുദ്രാവാക്യമാണ്. നരേന്ദ്രമോദി അതല്ല, അടുത്ത 5 കൊല്ലം കൊണ്ട് ഇത് പൂർത്തിയാവണം. അടുത്ത 5 കൊല്ലം കൊണ്ട് എല്ലാവർക്കും ആരോഗ്യം. വട്ടിയൂർക്കാവിൽ ഏതു വിധേനയും K. മുരളീധരനെ തോൽപ്പിക്കാൻ BJP RSS നീക്കമുണ്ടെന്ന വാർത്തകൾ V. മുരളീധരൻ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ ദിവസം നോർത്ത് പോയിന്റിൽ K. മുരളീധരനും സമാന വിമർശനം ഉയർത്തിയിരുന്നു. അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, ആരെങ്കിലും ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. BJP ജയിക്കണം. വട്ടിയൂർക്കാവിൽ BJPക്ക് ജയിക്കണം, കഴക്കൂട്ടത്ത് BJPക്ക് ജയിക്കണം, നേമത്ത് BJPക്ക് ജയിക്കണം, തിരുവനന്തപുരത്ത് BJPക്ക് ജയിക്കണം. ഇതാണ് BJP ഫോക്കസ്.
ആര് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള അപ്രസക്തമാണ്. അപ്പം ഞങ്ങൾ ജയിക്കുമ്പോൾ ബാക്കിയുള്ളവർ തോക്കും. എയിംസിന് ഏറ്റവും ഉചിതമായ സ്ഥലം തിരുവനന്തപുരമാണെന്നാണ് തന്റെ ഉറച്ച അഭിപ്രായമെന്നും വി മുരളീധരൻ പറഞ്ഞു. ആലപ്പുഴയ്ക്ക് വേണ്ടി സുരേഷ് ഗോപി വാദിക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു മുതിർന്ന BJP നേതാവ് പരസ്യ നിലപാട് സ്വീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് എയിംസ് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അക്കാര്യത്തിൽ എനിക്ക് വേറൊരു അഭിപ്രായമില്ല. തിരുവനന്തപുരമാണ് താങ്കൾ ആഗ്രഹിക്കുന്ന എയിംസിന്റെ കേന്ദ്രം. തിരുവനന്തപുരത്താണ് അതിൻ്റെ ആവശ്യകത. കാരണം ഈ തെക്കൻ കേരളത്തിലുള്ള, തെക്കൻ തമിഴ്നാട്ടിലുള്ള ആളുകൾക്കുൾപ്പെടെ ഈ തിരുവനന്തപുരത്ത് എയിംസ് വരുന്നതിലൂടെ ധാരാളം പ്രയോജനപ്പെടും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മമ്മൂട്ടിയുടെ വയനാട് മുണ്ടക്കൈ ടൗൺഷിപ്പ് സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച് CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. മമ്മൂട്ടി തന്നെ നേരിട്ട് വിളിച്ചതായും തങ്ങൾക്കിടയിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളും ഇല്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും കെ റഫീഖ് പറയുന്നു. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖിനോട് മമ്മൂട്ടി നടത്തിയ പ്രതികരണത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹമാധ്യമത്തിൽ അടക്കം ഉയർന്നുവന്നത്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ വിചാരിക്കും. മാറി നിന്നാൽ മതി എന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. പിന്നാലെയാണ് താരത്തിനെതിരെ വിമർശനം കടുത്തത്. സംഭവത്തിൽ മമ്മൂട്ടിയെ അനുകൂലിച്ചും പിന്തുണച്ചും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ നിറഞ്ഞു. നിരവധി പേരാണ് കുറിപ്പുകളുമായി രംഗത്തെത്തിയത്. സംഭവം വിവാദമായതോടെ മമ്മൂട്ടി തന്നെ നേരിട്ട് വിളിച്ചതായും തങ്ങൾക്കിടയിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളില്ലെന്നും കെ റഫീഖ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടായിരുന്ന താൻ പ്രിയപ്പെട്ട നടന് തിരക്കും ബഹളവും മൂലം അലോസരമുണ്ടാകരുത് എന്ന കരുതലോടുകൂടിയാണ് അവിടെ ഇടപെട്ടതെന്ന് റഫീഖ് പറഞ്ഞു. സ്വകാര്യ സന്ദർശനത്തിനായിട്ടായിരുന്നു മമ്മൂട്ടി ടൗൺഷിപ്പിലെത്തിയത്. ടൗൺഷിപ്പിലെ വിവിധയിടങ്ങൾ സന്ദർശിക്കുന്നതിനിടയിലാണ് മമ്മൂട്ടി റഫീഖിനോട് നീരസം പ്രകടിപ്പിച്ചത്. അതേസമയം ദുരന്ത ജീവിതം താറുമാറാക്കിയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞാൽ പരിഭവങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ച് നമുക്ക് ചേർന്ന് നിൽക്കാൻ എന്താണ് തടസ്സമെന്ന വാചകത്തോടെയാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. നൽകുക വഴി നേടുക എന്ന പ്രമേയത്തിൽ അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. എറണാകുളം ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിവിഷൻ DFO KR വീണാദേവി മുഖ്യാതിഥിയായിരുന്നു. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത വിശ്വവിദ്യാപീഠം ഡീനും ഡയറക്ടറുമായ ഡോക്ടർ U കൃഷ്ണകുമാർ, ഫോറൻസിക് ഫോട്ടോഗ്രാഫർ VV ബിന്ദു കൊടുങ്ങല്ലൂർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സാംസ്കാരിക തന്ത്രജ്ഞയും ഇന്ത്യൻ ക്ലാസിക്കൽ നർത്തകിയുമായ പ്രൊഫസർ ഡോക്ടർ മാനസി രഘുനന്ദൻ, ബംഗളൂരു സോൾ ഓഫ് മ്യൂസിക് അക്കാദമി സ്ഥാപക രാധിക സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അശ്വതി S, വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി രവീന്ദ്രൻ, അപർണ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ പോസ്റ്റർ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.